എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം എന്നോട് ഒന്ന് രണ്ട് പേര് എൻ്റെ വാട്സാപ്പിലേക്കൊക്കെ മെസ്സേജ് അയച്ചു. കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു പാട്ട് ഹാർമോണിയം മുന്നിലുണ്ടായിട്ടൊരു പാട്ടുകൾ പാടിത്തന്നില്ലല്ലോ എന്നിട്ട് പലരും എൻ്റെ പല സുഹൃത്തുക്കൾ ഏത് ഇതിനോട് മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമുള്ള സുഹൃത്തുക്കാട്ടെ അവർ ഏത് നാട്ടുകാരെ എവിടെയൊന്നും എനിക്കറിയില്ല. ഈ രാഗപരിചയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പരിപാടികളൊക്കെ ഞാനും ചെയ്തിരുന്നു. രാഗങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് കിട്ടാനുള്ള കുറേ കാര്യങ്ങൾ. പക്ഷെ അതിനകത്തും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഭയങ്കര പ്രശ്നമാണ്. കണ്ടമാനം പാട്ടുകളിൽ കോപ്പിറൈറ്റ് വരും. പിന്നെ ആ പാട്ടുകൾ കോപ്പിറൈറ്റ് മാറാൻ വേണ്ടി നമ്മളത് മുറിച്ച് കളഞ്ഞാൽ അവിടെ ഒരു അഭംഗി വരും. അങ്ങനെ ഒന്ന് രണ്ട് പാട്ട് എനിക്ക് മുറിച്ച് കളയേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് പണം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കണമെന്നില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് സോഷ്യൽ മീഡിയകളും. ഇപ്പം നമ്മൾ നല്ല നല്ല പ്രഭാഷകരുടെയും അതുപോലെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ മറ്റേ അവരുടെ പെർഫോമൻസ് സോഷ്യൽ മീഡിയ കൂടെ കാണുന്ന അവർ പലരും ലൈഫിൽ ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ജോൺസൺ മാഷ ഒരു പാട്ട് നിങ്ങൾക്ക് പാടിത്തരാം. എനിക്ക് ജോൺസൺ മാഷ പാട്ടുകൾ പ്രത്യേക താല്പര്യം അതാണ് കേട്ടോ. അതായത് വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ദാസാറും സിന്ധു ദേവി എന്ന് പറയുന്ന ഒരു മേഡം പാടിയിട്ടുള്ളത്. കൈതപ്രം ദാമോദരം തിരുമേനിയുടെ വരികൾ, ജോൺസൺ മാഷ് സംഗീതം. പിന്നിലാവിൻ പൂവിടർന്നു പൊൻവസന്തം നോക്കി നിൻ ശാരദേന്ദുമുഖി പ്രേമസായുജ്യം. പിന്നിലാവിൻ പൂവിടർന്നു പൊൻവസന്തം നോക്കി നിന്നു ശാരദേന്ദുമുഖി ഇന്നൻ പ്രേമസായുജ്യം. താമസിക്കാൻ തീർത്തു ഞാൻ രാസകേളി മന്ദിരം. ഓമലേ ഞാൻ കാത്തു നിൽക്കൂ നിന്നെ വരവേൽക്കാൻ. താമസിക്കാൻ തീർത്തു ഞാൻ രാസകേളി മന്ദിരം. ഓമലേ ഞാൻ കാത്തു നിൽക്കൂ നിന്നെ വരവേൽക്കാൻ. എവിടെ നിൻ വല്ലകി, എവിടെ നിന്നോപുരം. ഒന്നു ചേരാൻ മാറോടു ചേർക്കാൻ എന്തൊരുന്മാദം. പിന്നിലാവിൻ പൂവിടർന്നു പൊൻവസന്തം നോക്കി നിന്നു ശാരദേന്ദുമുഖി ഇന്നൻ പ്രേമസായുജ്യം. കൊണ്ടുപോകാം നിന്നെയും പിച്ചകപ്പൂമ്പന്തലിൽ താരഹാരം ചാർത്തി നിന്നെ ദേവവധുവാക്കാം. കൊണ്ടുപോകാം നിന്നെയും പിച്ചകപ്പൂമ്പന്തലിൽ താരഹാരം ചാർത്തി നിന്നെ ദേവവധുവാക്കാം. അണിനീലാപീലികൾ പൊഴിയുമീ ശയ്യയിൽ വീണുറങ്ങാമോളമഴകിൽ തേൻകുടം നുകരാ. പിന്നിലാവിൻ പൂവിടർന്നു പൊൻവസന്തം നോക്കി നിന്നു ശാരദേന്ദുമുഖി പ്രേമസായുജ്യം.